ഓഫ് റോഡ് മോഡിൽ നമുക്ക് ആ ഒരു ക്യാമറ സിറ്റുവേഷനാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്ന് വെറുതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസ്പെറൻറ്റ് ബോണ്ടിൻ്റെ വണ്ടി പോകുന്നുണ്ടോ, നമുക്ക് താഴെയുള്ളത് എന്താണ് എന്നുള്ളത് വൃത്തിയായിട്ട് ആ ബോണറ്റിനോട് കാണാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. കുറച്ച് സ്പീഡ് കൂടുമ്പോൾ മാറും ചെയ്യും കേട്ടോ. ഓട്ടോ പൈലറ്റ് ഇല്ലാണ്ട് വിമാനം പറത്തുന്ന കാര്യം പറയില്ല, അതുപോലെ ഒരു സഹായമില്ലാണ്ട് കാർ ഓടിക്കാൻ പറ്റും. നല്ല രസമാണ്, നല്ല സുഖമാണ്, നല്ല ഭംഗിയുണ്ട് എന്നുള്ള 3 കാര്യങ്ങളായിട്ട്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മെഴ്സീഡീസ് ബെൻസിൻ്റെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന SUV-കളിലൊന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും. ഏതാണത്? നൺ അതർ ദാൻ GLC 300. അപ്പോൾ ഇത് സെക്കൻഡ് ജനറേഷനാണ്. ആദ്യ ജനറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് 2023-ലാണ് ഇവർ ഈ ഒരു പുതിയ ജനറേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു പെട്രോൾ മോഡലും ഒരു ഡീസൽ മോഡലും വന്നു. ഗ്ലോബലിയുള്ള 300D നമുക്കില്ല, പക്ഷേ 220D ഇവിടെയുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് ഗുണങ്ങളും കുറച്ച് ആ ഒരു പ്രശ്നങ്ങളും ഉണ്ട്, എല്ലാ വണ്ടിയുള്ള പോലെ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GLCക്ക് ഇന്ത്യയിൽ 2 മോഡലുകളാണ്, ഒരു വേരിയൻറ്റും. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് പെട്രോളിന് 74.20 ലക്ഷം രൂപയാണ്. ഡീസലിനോ അത് 75.20 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ ഈ 2 വണ്ടികളും തമ്മിൽ, ഡീസലും പെട്രോളും തമ്മിൽ 1 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസിൽ വ്യത്യാസം എന്നുള്ളതാണ്. ടാക്സും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാര്യങ്ങളും വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് കിട്ടും. ഡു യുവർ മാത്ത്. ഇത് കാണാൻ ഭംഗിയുള്ളൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കോമ്പാക്ട് സൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വലിയ ഒരു വണ്ടിയുമല്ല. അപ്പോൾ ഈ ക്ലാസ് അല്ലെങ്കിൽ GLE എന്നൊക്കെ പറയുന്ന വണ്ടികൾ വലിയ വണ്ടികളായിട്ടും GLC വരെയുള്ള വണ്ടികൾ ഒരു ഇത്തിരി കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടികളായിട്ട് നമുക്ക് കാണാം. മെഴ്സീഡിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ മുകളിൽ കാണുന്ന 3 പോയിൻറ്റ് ലോഗോയും അല്ലെങ്കിൽ ആ ഒരു ക്രോം എലമെൻറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളത് തന്നെയാണ്. ക്രോമിൻ്റെ ഒരു ഇത്തിരി ബാഹുല്യമുണ്ട് ഈ വണ്ടിക്കകത്ത്. വലിയ ബോണ്ടേരി കാണാം. ഈ ബോണ്ടേരിയുടെ കാര്യം പറയുമ്പോൾ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്, ഇന്ത്യൻ 4 ആണ്. ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 255 bhp 400 Nm ആണ്. ഇതൊരു മൈൽഡ് ഹൈബ്രിഡോട് കൂടിയ ഒരു എഞ്ചിനാണ്. GLCയിലുള്ള 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററാണ്. 23 bhp-യോളം പവർ, 200 Nm ടോർക്കും ആ ഒരു മോട്ടർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 6.2 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത എടുക്കാൻ കഴിവുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഫണ്ണാണ് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം രൂപത്തിലേക്ക് പോകാം. രൂപത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ മുൻവശത്ത് ഞാൻ തുടങ്ങി കഴിഞ്ഞു. അതായത് മുൻവശത്ത് കാണാനുള്ള ഭംഗിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഗ്രില്ല് നോക്കിയേ. ഈ ഗ്രില്ലിൻ്റെ ആ ഒരു എലമെൻറ്റുകളൊക്കെ തന്നെയും ക്രോമാണെന്ന് കാണാം. ക്രോമിനകത്ത് ആ ഒരു വലിയ ലോഗോ തന്നെ 3 പോയിൻറ്റ് സ്റ്റാർ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ ഇരുവശത്തും കൊടുത്തുള്ള ആ ഒരു വിങ് പോലുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ് പോലുള്ള ഭാഗത്ത് വീണ്ടും ക്രോം ഉണ്ട്. താഴെ ക്യാമറ ഉണ്ട്, 360 ക്യാമറ ഉള്ളൊരു മോഡലാണത്. ഇതിന് ട്രാൻസ്പെറൻറ്റ് ബോണറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ക്യാമറ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹെഡ് ലാമ്പ് കാണാം കേട്ടോ. ഈ ഹെഡ് ലാമ്പ് LED ഹൈ പെർഫോമൻസ് ഹെഡ് ലാമ്പ് തന്നെയാണ്. അതിനുള്ളിൽ മെഴ്സീഡീസ് ബെൻസിൻ്റെ ലോഗോ കാണാം. ഫോഗ് ലാമ്പൊന്നും ഇപ്പോൾ ബെൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണാറില്ല. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇനി ഇതിന് വലിയ വീലാണെന്നുള്ളതാണ്. ഈ വലിയ വീൽ എന്ന് പറയുമ്പോൾ 19 ഇഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ വീലിൻ്റെ സൈസ്. 235, 55, 619 ആണ്. നല്ല ഭംഗിയുള്ള അലോയ് വീൽ ഡിസൈനാണെന്ന് നിസ്സംശയം പറയാം കണ്ടോ. സവിശേഷതകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു GLC എന്നുള്ളതാണ്. ഇപ്പോൾ ADAS ക്യാമറ, അതുപോലെ 360 ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ പാസീവ് കീലെസ് എൻട്രി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ റിമോട്ടിൽ അൺലോക്ക് ചെയ്ത് തന്നെ വേണം കയറാനായിട്ട്. റിക്വസ്റ്റ് സെൻസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണില്ല. ഇപ്പോൾ ലോക്കാണെങ്കിൽ നമുക്ക് ഒന്നങ്ങ് തുറക്കാൻ പറ്റില്ലെന്ന് സാരം. അത്യാവശ്യം വലിയ ഡോറൊക്കെ തന്നെയാണ്. ഈ ഒരു ജർമ്മൻ തട്ടൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റൂഫ് റെയിലുണ്ട്, പനോരമിക് സൺറൂഫാണ്. ഇവിടെ ഈ ഒരു ബോർഡർ കൊടുത്ത് ഒരു ഇത്തിരി അലുമിനിയം ഫിനിഷാണ് കാണാൻ ഭംഗിയുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പും ഈ ഒരു ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലാണെന്നുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കാണാം. ഇനി പിന്നിലെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 2 പീസ് ലൈറ്റാണ്. ആ ഒരു കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് ഇവിടെ വന്നിട്ടില്ല. മാത്രമല്ല ലോഗോയല്ല ക്യാമറയും അല്ലെങ്കിൽ ആ ഒരു ബൂട്ട് ഓപ്പണിങ്ങും അതിന് പ്രത്യേകം സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇത് പവർ ടെയിൽ ഗേറ്റ് ആണെന്ന് പറയാം. ഇനി പറയുന്നൊരു കാര്യം വലിയ ബൂട്ടിനെ കുറിച്ച് കേട്ടോ. 620 ലിറ്ററാണ് ബൂട്ട്. ഈ ബൂട്ടിലൂടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് അങ്ങ് ഫോൾഡ് ചെയ്യാം. അങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു ബൂട്ടായിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടെ ചെറിയ പാഡ് കാണാം. ഈ പാഡിനകത്ത് ഇത് ലോക്കബിൾ പാഡാണ്. ഈ പാഡിനകത്ത് നമുക്കൊരു ചെറിയ സ്പേസ് സേവർ വീലും അങ്ങനെയുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. ഒരു ലൈറ്റ് ഉണ്ടോ, ആ ലൈറ്റും കൂടി ബൂട്ടിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡിഫോഗർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണാം. GLC 300 എന്നുള്ള ആ ഒരു മോണിക്കർ
ഇടതുവശത്തായിട്ടുണ്ട്. ഇനി ഈ ബമ്പറിൽ നമുക്ക് ആ ഒരു ക്രോമിലുള്ള ആ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. മാത്രമല്ല 2 വശത്തെ എക്സോസ്റ്റ് കട്ടിങ് ഉണ്ട്. അത് ഫേക്കാണ്, അതിനകത്തൊന്നുമില്ല, താഴെയാണ് എക്സോസ്റ്റ് പൈപ്പ് എന്നുള്ളതാണ്. പക്ഷേ കാഴ്ചകളുടെ ഭംഗിയായിട്ട് തന്നെ കാണാമെന്നുള്ള പറയാം. ഇനി ഇവിടെ ആ ഒരു റിഫ്ലക്ടർ കാണുന്നുണ്ട്, ബ്ലാക്ക് ഇൻസെർട്ടും അല്ലെങ്കിൽ ഈ ഒരു ക്രോമും ഈ ഒരു ബോഡി കളറും എല്ലാം കൂടി ആ മോണോട്ടോൺ എന്നുള്ള ഫീലൊന്നുമില്ല. കാഴ്ചയ്ക്ക് ഭംഗിയുള്ള കൊണ്ടിരിക്കുന്ന ഈ ഒരു പിൻവശവും അത്യാവശ്യം കൗതുകം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇതാണ് GLC 300ൻ്റെ എൻജിൻ ബേ എന്നുള്ളതാണ്. 4 സിലിണ്ടറിൻ്റെ ആ ഒരു സിമ്പിളൊക്കെ കവറിൽ കാണുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ്. ഹൈഡ്രോളിക് സ്റ്റെട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക ഇൻസ്റ്റലേഷൻ കാണാം. അപ്പോൾ ശരിക്കും വലിയൊരു എൻജിൻ ബേ ആണോ? എന്നാൽ വലിയൊരു എൻജിൻ ബേ അല്ലേ? അങ്ങനെയുള്ള സംശയം വരുന്നുണ്ടല്ലേ. എനിക്കിത് ആ ഒരു നീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കൊള്ളാം. ഇനി GLCയുടെ കുറച്ച് പ്രോസും കുറച്ച് കോൺസും ഈ ഒരു എക്സ്റ്റീരിയർ വെച്ച് പറയാം. ഇൻറ്റീരിയറിൻ്റെ ഔട്ട്ഡോറിനകത്ത് കാരണം അത് പിന്നീട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാഴ്ചയിൽ ഭംഗിയുള്ള ഒരു വണ്ടിയാണ് GLC 300 എന്നുള്ളതാണ്. അത് പറയാൻ ഇപ്പോൾ എൻ്റെ ഒരു വാക്കുകൾ വേണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകത്തെമ്പാടും കൂടുതൽ വിൽക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കും ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല സൈഡിലൊരു SUV എന്ന നിലയ്ക്കും GLCക്ക് ആ ഒരു കാര്യമായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ജനറേഷനേക്കാളും കുറച്ചുകൂടി ഭംഗി കൂടുതലാണ് സെക്കൻഡ് ജനറേഷന് ഒബ്വിയസ്ലി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 19 ഇഞ്ച് വീല് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ്. ഈ അലോയ് വീൽസിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എടുത്ത് കാണിക്കുന്നുണ്ട്. 360 ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ടെന്ന് എടുത്ത് പറയണം. കാരണം EQB നമ്മളത് കണ്ടിട്ടില്ല. ഇനി കോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ഈ 19 ഇഞ്ച് വീൽ തന്നെയാണ്. മോശം റോഡുകളിൽ അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ കൂടിയും ആ ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ടയറിൻ്റെ സൈസ് എന്നുള്ളതാണ്. മാത്രമല്ല പാസീവ് കീലെസ് എൻട്രി ഇല്ല എന്നുള്ളത് കുറവാണ്. കാരണം ഇത്രയും വലിയ ഒരു വണ്ടിക്ക് നമുക്ക് ആ കീ പോക്കറ്റിലിട്ട് കൈ വെച്ച് തുറന്നും കയറി പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേനെ. അതും ഒരു കാര്യമായിട്ട് കാണാം. എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറാം. GLC 300-നകത്ത് തീർത്തും ലക്ഷറിയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. എനിക്ക് തോന്നുന്നു 1 കോടി രൂപയെ താഴെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന വണ്ടികളിൽ മികച്ച ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു GLC 300-ന്. എനിക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിന് ഫിസിക്കൽ ബട്ടൺസ് വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ വളരെ കുറവാണ്. വോളിയം കൺട്രോളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ടച്ച് സ്ക്രീനിന് ഫിസിക്കലല്ല. പക്ഷേ ഏറ്റവും പുതിയ MBUX സിസ്റ്റം ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. ഇതിപ്പോൾ EQBയിൽ കണ്ട പോലെ 2 സ്ക്രീൻ അടുപ്പിച്ചല്ല, പകരം ഒരു ടാബ്ലറ്റ് പോലുള്ള ഈ ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ തന്നെയാണ് AC കാര്യങ്ങളൊക്കെ. ഇപ്പോൾ AC സ്വിച്ചുകൾ അല്ലെങ്കിൽ AC ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾസ് എല്ലാം സ്വിച്ച് അല്ലാതെ ഈ ഒരു ടച്ചിലേക്ക് വരുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ല ഒരു ഇൻ്റഗ്രേഷനാണ്. AC കൺട്രോൾസ് ഫിക്സ്ഡ് ആണ് താഴെ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ബട്ടൻ്റെ കുറവ് ഇവിടെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ സ്റ്റിയറിങ്ങും നമുക്ക് ആ ഒരു സീറ്റിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഗുണമുണ്ടെന്നുള്ളതാണ്. ഇവിടെ ലെതർ റാപ്പിഡാണ്. കൂടാതെ ഇങ്ങനെ കൊടുത്തുള്ള ഈ ഒരു പാറ്റേൺ ഒക്കെ തീർത്തും ലക്ഷറിയസ് എന്ന് തന്നെ പറയാം. ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോലുള്ള ഒരു ഫിനിഷ് ഉണ്ട്. അത് ഇത്തിരി ഗ്ലോസിയാണ്. ഇതൊക്കെ തന്നെയും വെൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഡ്രൈവർ സൈഡിലേക്ക് ഒരു ഇത്തിരി ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളതും നല്ല ഗുണമായിട്ട് കാണാം. ഇവിടെ ഡൈനാമിക് അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ആ വെഹിക്കിൾ സെറ്റിംഗ്സ് ഒക്കെ സ്വിച്ചുകളായിട്ട് കൊടുത്തത് നല്ല കാര്യമാണ്. ഒരു ചെറിയ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, അതും പുതിയതാണ്. ഇവിടെ കാണുന്ന ആ ഒരു പാഡ് ഇപ്പോൾ ഇല്ല. പിന്നെ സ്റ്റിയറിങ്ങിലെ ആ ഒരു കൺട്രോൾസിൻ്റെ ആ ഒരു കാര്യം മാറിയിട്ടുണ്ട്. അത് പാഡല്ല, പകരം ടച്ച് തന്നെയാണ്. ആ ടച്ചിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ മാറിയിട്ടുള്ളതാണ്. മീറ്റർ ക്ലസ്റ്റർ ആണെങ്കിലും ഒരുപാട് ഡിസൈനുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു മീറ്റർ ക്ലസ്റ്ററിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും സ്പോർട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു ഫുൾ നാവിഗേഷൻ ഡിസ്പ്ലേ ഒക്കെ വെച്ച് ഓടിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഗ്ലോ ബോക്സ് ലോക്കബിളാണ്. ഈ ലോക്കബിൾ ഗ്ലോ ബോക്സിനകത്ത് നമുക്ക് ആ ഒരു പാഡിംഗ് എല്ലാം കാണാം. സീറ്റിന് ഹീറ്റിംഗ് ഉണ്ട്, കൂളിംഗ് ഇല്ല. എന്ന് വെച്ചാൽ ചൂടായിട്ടിരിക്കാം, തണുക്കാൻ പറ്റില്ല എന്നൊരു കാര്യമുണ്ട്. അതൊരു പ്രശ്നമായിട്ട് കാണാവുന്ന കാര്യമാണ്. മെമ്മറി സീറ്റുകളുണ്ട്. ഇനി വലിയൊരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റിൻ്റെ ഈ സ്വിച്ചും കൂടാതെ ഇവിടെ ഈ ഒരു കപ്പ് ഹോൾഡർ റിവീൽ ചെയ്യുന്ന ഈ ഒരു പാഡും എല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ആണെന്ന് പറയാം. നല്ല രസമാണ്, നല്ല സുഖമാണ്, നല്ല ഭംഗിയുണ്ട് എന്നുള്ള 3 കാര്യങ്ങളായിട്ട് ലളിതവൽക്കരിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. ഒരു സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന സീറ്റാണ്. ഇതൊരു 5 സീറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 4 സീറ്റർ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. സീറ്റിൻ്റെ ആ ഒരു ആംഗിളൊക്കെ കൊള്ളാം. മാത്രമല്ല ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ്. USB-C പോർട്ടുകളുണ്ട്. പിന്നെ ഒരു AC വെൻറ്റുകൾ കാണാം. ഇവിടെ ആ ഒരു ഫ്ലാപ്പൊക്കെ തന്നെ അത്യാവശ്യം നല്ല സോളിഡ് ഫീലാണ്. മൊത്തത്തിൽ പിൻസീറ്റും കൊള്ളാമെന്നുള്ളതാണ്. 4 പേർക്ക് സുഖമായിരിക്കാവുന്ന ഒരു വണ്ടിയെന്ന് GLCയെ പറയാം. ഇതിൽ ബെർമസ്റ്ററിൻ്റെ 15 സ്പീക്കർ ഓഡിയോ ഉണ്ട്, എന്ന് വെച്ചാൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ മികച്ച സൗണ്ട് സിസ്റ്റം കൂടി ഒരു വണ്ടിയുടെ കാര്യമായിട്ട് കാണാം. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ MBUXൻ്റെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. 11.9 ഇഞ്ചാണ് ഈ ലേറ്റസ്റ്റ് MBUX സിസ്റ്റം. ഇതിൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ വെറുതെ ഒന്ന് മെനുവിലൂടെ കൈ ഓടിക്കാം. അതിനുമുമ്പ് AC ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഭയങ്കര ആ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ AC ഒന്ന് ഓട്ടോ മാറിയിട്ട് ഞാൻ ആ ഫാൻ സ്പീഡ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഹോമിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ആ ഒരു മെനു കാണാം. ആപ്പ് സെറ്റിങ്സ്, കംഫർട്ട്, ഫോൺ, ആ കാര്യങ്ങളൊക്കെ തന്നെയും ആ ഒരു MBUXൻ്റെ കാര്യങ്ങളായിട്ട് കാണുന്ന കാര്യമാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ആ മോഡിൽ നമുക്കിവിടെ കണ്ടോ
ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതേ കാര്യങ്ങൾ നമുക്ക് ഓഫ് റോഡ് ഡിസ്പ്ലേ മീറ്ററിലുണ്ട്, മീറ്റർ ക്ലസ്റ്ററിലുണ്ട്. ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻറ്റ് ബോണറ്റ് ഉണ്ടോ, ഇത് ഈ വണ്ടിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. മ്യൂട്ട് ബട്ടൺ കാണാം, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു സെറ്റിങ്സിലേക്ക് പോകാനുള്ള ആ ഒരു മെനു ഉണ്ട്. ഇവിടെ ക്യാമറ ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തീർത്തും ഭംഗിയുള്ള ഒരു ക്യാമറയാണത്. ആ ഡോറ് ക്ലോസ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു സംഗതി കാണുന്നത്. പക്ഷേ മികച്ച ഒരു ക്യാമറ സിസ്റ്റമാണ് GLCയിൽ നിന്ന് നിസ്സംശയം പറയാം. നല്ല ഭംഗിയുള്ള, നല്ല ക്ലാരിറ്റിയുള്ള, നല്ല രസമുള്ള ആ ഒരു ക്യാമറയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു MBUX സിസ്റ്റത്തിൻ്റെ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് തീർത്തും സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് തീർത്തും മികച്ചതാണ്. കൂടാതെ ഇവിടെ 3D പോലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു മാപ്പിനകത്ത് കാണാം. അപ്പോൾ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, നല്ല ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് ആണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു കാർ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഏറ്റവും മികച്ച സ്ക്രീനുകളിൽ ഒന്ന് MBUX ആണെന്ന് പറഞ്ഞിട്ട് അത് ലേറ്റസ്റ്റ് ജനറേഷൻ ആയപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ഒരു മികവുണ്ട് എന്നുള്ളതാണ്. സീറ്റ് കൈനറ്റിക്സ് പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആംബിയൻ ലൈറ്റ്സൊക്കെ എല്ലാ മെഴ്സീസിലും പോലെ ഈ ഒരു വണ്ടിക്കകത്തും കാണാം. 7 എയർ ബാഗുകളും അല്ലെങ്കിൽ ആവക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും സേഫാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇവിടെ ഈ ലിവർ തന്നെയാണ് ഷിഫ്റ്റർ. കൂടാതെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കാണാം, സ്വിച്ചുകളൊക്കെ തന്നെ കാണാം. എനിക്ക് എല്ലാം ആ ഒരു പ്രീമിയം ക്വാളിറ്റിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാൻ തോന്നുന്നുണ്ട്. ഇവിടെ മെമ്മറി ആ ഒരു സീറ്റിൻ്റെ ഈ ഒരു സെറ്റിങ്സ് കൊടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത് എക്സ്ട്രാ വെച്ച പോലെയാണ്. ഇവിടെ ഒരു M എന്നുള്ളത് കാണാം, ഇവിടെ ഹീറ്റർ സീറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കാറുകൾ കാണുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ പാസഞ്ചർ സീറ്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു കാറിൽ കണ്ടിട്ടില്ല. ഇനി ഇവിടെ കാണുന്ന ഈ ബെർമസ്റ്ററിൻ്റെ ലോഗോയോട് കൂടിയ ഈ ഒരു സ്പീക്കർ ഗ്രില്ലും ഈ സ്വിച്ചുകളും എല്ലാം തന്നെ എലഗൻ്റ് ആണെന്ന് കാണാം. ഈ ഒരു മിററിൻ്റെ ആ ഒരു കാര്യങ്ങളും ടച്ചാണ്. അപ്പോൾ എല്ലാം ടച്ചാണ്. ഫിസിക്കൽ ബട്ടൺസിൻ്റെ കുറവ് തീർത്തും കാണാം. വളരെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസേ ഉള്ളൂ. പക്ഷേ വലിയ വലിയ ബോട്ടിൽ ഹോൾഡറും വലിയ ആ ഒരു സ്റ്റോറേജ് സ്പേസുകളും എല്ലാം തന്നെ കാണാം. അവിടെ ഓർഗൻ ടൈപ്പാണ് ആ ഒരു ത്രോട്ടിൽ എന്നുള്ളതാണ്. അതൊക്കെ തന്നെ കൗതുകമായിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നല്ല ഹെഡ് റൂമും നല്ല ലെഗ് റൂമൊക്കെ ഉള്ള ഒരു SUV ആണ് GLC, സംശയമൊന്നുമില്ല. ഇതിനെ കൂടെ ഈ ഒരു കൂടിയ ആ ഒരു ഫീച്ചേഴ്സും കൂടിയ ഒരു സവിശേഷതയെല്ലാം കൂടി ചേരുമ്പോൾ ഒരു നൈസ് പ്ലേസ് ടു ബി ഇൻ എന്നുള്ളൊരു കാര്യത്തിൽ ഈ ഒരു വണ്ടിക്ക് പ്രത്യേകത പറയാനുണ്ട് എന്നുള്ളതാണ്. മെഴ്സിഡീസ് ബെൻസ് GLC ആണത്. GLC എന്ന് പറയുമ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടികൾ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. AC ഒന്നും അത് കുറയ്ക്കാം, കാരണം AC കുറച്ചില്ലെങ്കിൽ സൗണ്ട് കൂടുതലായിരിക്കും. നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു മോഡ് ഉണ്ടല്ലോ, ആ ഒരു ഓഫ് റോഡ് മോഡിലേക്ക് ഒന്ന് പോവാം. ഓഫ് റോഡ് മോഡിൽ നമുക്ക് ആ ഒരു ക്യാമറ സിറ്റുവേഷനാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്ന് വെറുതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസ്പെറൻറ്റ് ബോണ്ട് ആ വണ്ടി പോകുന്നുണ്ടോ, നമുക്ക് താഴെയുള്ളത് എന്താണ് എന്നുള്ളത് വൃത്തിയായിട്ട് ആ ബോണറ്റിലൂടെ കാണാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. കുറച്ച് സ്പീഡ് കൂടുമ്പോൾ മാറും കേട്ടോ. നമ്മൾ പോകുന്ന ആ ഒരു പ്രതലം തീർത്തും നമുക്ക് കാണാം, അടിയിൽ എന്തുണ്ടെന്ന് കാണാം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഹോമിലേക്ക് വീണ്ടും പോയി. ഇവിടെ മോഡുകളുണ്ട്, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ. ഞാൻ സ്പോർട്സ് മോഡ് ഇട്ടു. അതിന് മുന്നേ ഒരു കാര്യം കൂടി കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വിക്ക് മെനു ഉണ്ട്. ആ ക്വിക്ക് മെനുവിൽ നമുക്കിവിടെ ട്രാഫിക് സിസ്റ്റവും അല്ലെങ്കിൽ വണ്ടിയുടെ സിസ്റ്റം തന്നെയാണെങ്കിൽ ഇപ്പോൾ മാനുവൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഷിഫ്റ്റ് റെഡ് ലൈനിൽ പിടിച്ചിട്ട് നമുക്ക് ആ റെഡ് ലൈൻ ആയതിനു ശേഷം മാത്രം അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന മാനുവൽ ഷിഫ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്, കാർ വാഷ് മോഡുള്ള കാര്യങ്ങളുണ്ട്, ESP പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓടിക്കാം. ഈ വണ്ടി എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ SUV ആണെന്ന് പറയാം. ആ ഒരു സൗണ്ട് കേട്ടോ, ആ സൗണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് നമ്മൾ ആ ഒരു മാനുവൽ മോഡ് ഓൺ ആയിക്കൊണ്ടാ അത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിനി ഓട്ടോമാറ്റിക്കലേക്ക് വന്നു, ഡ്രൈവായി. അപ്പോൾ ഇത് GLC ആണ്, GLCയുടെ സെക്കൻഡ് ജനറേഷനാണ്. GLCയുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 0 to 100 എന്ന് പറയുന്നത് ജസ്റ്റ് 6.2 seconds ആണേ. അപ്പോൾ ഇത് ഫാസ്റ്റാണ്. ഈ വണ്ടി ഫാസ്റ്റാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ പറയണം. പവർ എന്ന് പറയുന്നത് 255 HP ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 400 Nm ആണ്. ഇതിന് ആ ഒരു ISG ഇൻ്റലിജൻസ് സ്റ്റാർട്ടർ ജനറേറ്റർ പോലുള്ള സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ മൈൽഡ് ഹൈബ്രിഡ് കൂടെയാണ് ഈ വണ്ടി. ഇതിന് സ്റ്റിയറിംഗ് നല്ലതാണ്. സ്റ്റിയറിംഗ് നല്ലതെന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി എന്തൂസിയാസ്റ്റിക് ആണ്. ആ ഒരു വാക്ക് ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഫണ്ണാണ് ഈ വണ്ടി എന്ന് പറയാം. നമുക്ക് കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ തീർത്ത് നല്ല ആ ഒരു നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റിയ ഒരു സ്റ്റിയറിംഗ് ആണെന്ന് പറയാം. എനിക്ക് ബ്രേക്കിൽ മാത്രം ഒത്തിരി കോൺഫിഡൻസ് കൂടെ തോന്നിച്ചു. എന്ന് വെച്ചാൽ ബ്രേക്കിൽ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ബ്രേക്ക് ചവിട്ടുമ്പോഴേ വണ്ടി സ്ലോ ആവാത്തൊരു ഫീൽ ഇടയ്ക്ക് ഒന്ന് വന്നായിരുന്നു.
പിന്നെ ഇതിൻ്റെ ഓട്ടോ ബ്രേക്ക് പോലുള്ള അഡാസ് സിസ്റ്റംസിൽ നമുക്ക് നമ്മുടെ റോട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മുമ്പിൽ ബൈക്കെല്ലാം ചാടുമ്പോൾ ഇത് പടയം നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്കൊരു ഒത്തിരി പേടിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതിയ മെഴ്സീഡീസ് ബെൻസിൻ്റെ വണ്ടിയിൽ വരുന്ന ഒരു സ്വിച്ചിൽ എല്ലാം ഓഫ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വന്നാൽ ആ പ്രശ്നങ്ങൾ നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് സാധാരണ മാനുവലായിട്ട് ഓടിക്കാം. ഓട്ടോ പൈലറ്റ് ഇല്ലാണ്ട് മാനുവൽ വിമാനം പറത്തുന്ന കാര്യം പറയില്ല, അതുപോലെ ഒരു സഹായമില്ലാണ്ട് കാർ ഓടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഏറ്റവും മികവ് എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയാണ്. നല്ല റൈഡ് ക്വാളിറ്റിയാണ്. അതിൽ തന്നെ റൈഡ് ക്വാളിറ്റിയുടെ കൂടെ ഒരിത്തിരി കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 19 ഇഞ്ച് വീലിൻ്റെതായിട്ടുള്ള ഒരിത്തിരി ആ ഒരു റൈഡ് ക്വാളിറ്റി വന്ന ഒരു കോംപ്രമൈസാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റൈഡാണെന്ന് തന്നെ പറയാവുന്ന കാര്യത്തിലാണ്. 4 പേർക്ക് നന്നായിരുന്നു ഓടിക്കാവുന്ന വണ്ടിയാണ്. നല്ല സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ കാര്യം മികവായിട്ടും ടയറിൻ്റെ കാര്യം ഒരിത്തിരി കുറവായിട്ടും പറയാവുന്ന കാര്യമാണ്. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. മികച്ച ഹാൻഡ്ലിങ്ങുള്ളൊരു വണ്ടിയാണ്. അതായത് SUV കൈൻഡ് ഓഫ് ഹാൻഡ്ലിങ് പറഞ്ഞു. ബോഡി റോൾ ഉണ്ട്, ബോഡി റോൾ ഇല്ലൊന്നും പറയാനില്ല. പിന്നെ പാഡ് ഷിഫ്റ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഷിഫ്റ്റൊക്കെ ചെയ്ത് നമുക്ക് വണ്ടി നമ്മുടെ സൗകര്യത്തിന് ഓടിക്കാൻ പറ്റും. അപ്പോൾ 9 സ്പീഡാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്. 9 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടിക്ക്. ഷിഫ്റ്റൊക്കെ തീർത്തും സീംലെസ് ആണ്. നമുക്ക് അധികമായ കാര്യമായിട്ട് നോട്ടീസൊന്നും ചെയ്യാൻ പറ്റില്ല. ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന RPM മീറ്റർ നോക്കുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഷിഫ്റ്റൊക്കെ തീർത്തും ഷിഫ്റ്റ് പോയിൻ്റ് ഒക്കെ നല്ലതാണെന്ന് പറയാം. പിന്നെ ഈ ഒരു ഓർഗൻ ടൈപ്പുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ത്രോട്ടിൽ അത് പ്രസ് ചെയ്യാനായിട്ട് നല്ല സുഖമുണ്ട്. നല്ല സുഖം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 14.7 ആണ് ARA സർട്ടിഫൈഡ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് നമുക്ക് ആ ഒരു ഇതുപോലെ സ്പോർട്ട് മോഡൊക്കെ ഇട്ട് ഓടിച്ചാൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് തീർത്തും 2 ഡിജിറ്റൊന്നും കിട്ടില്ല, താഴെ കിട്ടുള്ളൂ. ഒരു 7, 8, 9 ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഈക്കോ മോഡിൽ നമുക്ക് ഓടിക്കാം, എക്കണോമി മോഡിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാനിവിടെ ഈ ഒരു ക്യാമറ സെറ്റിങ്സ് ഒന്നും എടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് ഞാനൊന്നുകൂടി ആ ഒരു മാനുവൽ ഷിഫ്റ്റിംഗ് മോഡൊക്കെയാണ്. ഇപ്പോൾ 5-ലാണ്. 4, 3 ഇത് റെഡ് ലൈനിൽ പിടിക്കുന്നുണ്ട്. നോക്കട്ടെ, 3ാമത്തെ ഗിയറിലാണേ. അത് ആ മാനുവൽ മോഡ് ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഡ് ലൈനിലെത്തി ആ ഒരു അറ്റപ്പറ്റ ആയിട്ടാണ് അത് ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർത്തും സ്പോർട്ടി ആയിട്ട് ഓടിക്കാവുന്ന ഒരു മോഡായിട്ട് നമുക്ക് ആ ഒരു മാനുവൽ ഷിഫ്റ്റിംഗ് മോഡിന് ഉപയോഗിക്കാം. ഇപ്പോൾ പാഡ് ഷിഫ്റ്റ് ടെമ്പററി ആയിട്ടും മാനുവൽ ഷിഫ്റ്റ് മോഡ് കംപ്ലീറ്റ്ലി പെർമനൻ്റ് ആയിട്ടും ആ ഒരു മാനുവൽ മോഡിലേക്ക് ആക്കാനായിട്ടും ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക്കുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് സ്ലോ ആയി കഴിഞ്ഞാൽ ഒരു ഗിയറിൽ ആ വണ്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഡൗൺ ചെയ്യും. മുകളിൽ റെഡ് ലൈനിൽ കുറേ നേരം പിടിച്ചാൽ അത് അപ്പും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള കാര്യമാണ് ഓട്ടോമാറ്റിക്കലി. പക്ഷേ എന്നാലും നമ്മുടെ കൺട്രോളിലാണ് ഗിയർ ഷിഫ്റ്റ് എന്നുള്ളതാണ് മാനുവൽ മോഡോട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ട്. ഒരുപാട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ സ്പോർട്ട് ഡിസ്പ്ലേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്പോർട്ട് ഡിസ്പ്ലേ ആണെങ്കിൽ വെച്ച് കാണിക്കാം. ഈ സ്പോർട്ട് ഡിസ്പ്ലേയിൽ നമുക്ക് RPM എഴുതി കാണിക്കുന്നത്, മുകളിൽ കാണിക്കുന്ന സ്പീഡൊക്കെ കാണാനായിട്ട് നല്ല കൗതുകമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് തീർത്തും വലിയ ഒരു ഉയരത്താണെന്നുള്ള കാര്യമുണ്ട്. ബോണറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ മിററിൻ്റെ സൈസ് ചെറുതാണ്, അതൊരു പ്രശ്നമായിട്ട് കാണാം. ചെറിയ മിററുള്ള വണ്ടിയാണ് GLC എന്ന് പറയാം. വലിയ ഗ്ലാസ് ഏരിയയാണ്. കൂടാതെ നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ എലഗൻസൊക്കെ അകത്തിരുന്ന് ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫീലും ഫണ്ണും ഉണ്ട്. മിഡിൽ റോഡ് ആ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ഒരിക്കലും കണ്ണാടിയിൽ തടസ്സമാവുന്നില്ല. അതും ഗുണമായിട്ട് കാണാം. എനിക്ക് 19 ഇഞ്ച് വീല് കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വണ്ടിയുടെ ലുക്കിനത് തീർന്ന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്രമൈസ് ആയിട്ട് വന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കൊള്ളാം. ഓരോ മോഡ് മാറുമ്പോഴും ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് കൂടുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്ട് മോഡിൽ ശരിക്കും നമുക്ക് ആ ഒരു വണ്ടി തുള്ളി കളിച്ച് പോകുന്ന ഒരു ഫീൽ തന്നെയാണ്. ചവിട്ടിക്കോ മോനെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വന്നത്. നമുക്ക് 300D ഇല്ല അവിടെ, പകരം 220D ആണ്. 220D എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടി വേണ്ട ആളുകൾക്ക് നമുക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും. മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. പിന്നെ ഡീസലാണെന്നുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് 2 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. ഇതിന് അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ടോർക്കെല്ലാം ഉണ്ട്. ഈ ഒരു മൈൽഡ് ഹൈബ്രിഡും കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫൺ ഫാക്ടർ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടിയാണ് GLC എന്നുള്ളതാണ്. അത് വീണ്ടും ഒന്ന് ഊന്നി പറയേണ്ട കാര്യമാണ്. GLCയുടെ ഒരു പോപ്പുലാരിറ്റി അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പ്രാക്ടിക്കലാണ്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഈ വണ്ടിക്കകത്തുണ്ട്. അഡാസ് പോലുള്ള കാര്യങ്ങളിലേക്ക് ആ ബൈക്കാരെ കാണും പേടിയുണ്ട്. കാരണം അവരങ്ങനെ മുന്നിൽ ചാടിയാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി ചവിട്ടും. പിന്നിൽ വരുന്ന ആൾ ബാക്കിലിരിക്കും. അതൊരു പ്രശ്നമാണ്. ഈ MPUXൻ്റെ സിസ്റ്റത്തിന് തീർത്തും ഒരു പരാമർശം അറിയിക്കുന്നുണ്ട്. ഹീറ്റിംഗ് മാത്രമുള്ള സീറ്റിന് അതൊരു ഇത്തിരി കുറവായിട്ട് തോന്നി. നമുക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ ഒന്നും പറയുന്നില്ല, കേരളത്തിൽ ചൂടല്ല വേണ്ടത്, തണുപ്പാണ് സീറ്റിൽ വേണ്ടത്. അതില്ലാത്തൊരു കുറവാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 74 ലക്ഷം രൂപയുടെ ഒരു കാർ എന്ന നിലയ്ക്ക് എക്സ്ഷോറൂം പ്രൈസാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു ലക്ഷറി കാർ എന്ന നിലയ്ക്ക് ഈ വണ്ടി അത്യാവശ്യം നല്ല ഒരു കാറാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ആ ഒരു അപ്രിസിയേഷൻ ഈ വണ്ടിക്കുണ്ട്. ഐ ലവ് ദിസ് കാർ. എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ പെട്രോൾ തന്നെയായിരിക്കും. കാരണം ഈ ഫൺ ഫാക്ടറുള്ള പെട്രോൾ ഓടിക്കാൻ നല്ല രസമുണ്ട്. സ്റ്റിയറിംഗ് കൊള്ളാം, സസ്പെൻഷൻ കൊള്ളാം, ഇതിൻ്റെ ഹാൻഡ്ലിങ് ഏരിയ കൊള്ളാം, പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനൊന്ന് കാലോടക്കാം ഡൗൺ ചെയ്തു, 3 ആക്കി, 2 ആക്കി. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.